ലഹരിക്കെതിരായ ആഭ്യന്തര വകുപ്പിന്റെ കർമ്മ പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഇന്നു മുതൽ തിരുവനന്തപുരത്ത് വൈകിട്ട് 3 മണിയോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് വിദ്യാഭ്യാസ വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആഭ്യന്തര വകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. റോഷിപാലുണ്ട് നമുക്കൊപ്പം. റോഷി, അപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഈ പദ്ധതി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരള സമൂഹം കാണുന്നത്. കാരണം ഈ വിദ്യാർത്ഥികളെയൊക്കെ കാർന്ന് തിന്നുന്ന തരത്തിൽ ഈ ലഹരി പിടിമുറുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതി ഇനി മുന്നോട്ട് നടപ്പിലാക്കാൻ ആഭ്യന്തര വകുപ്പ് ഉദ്ദേശിക്കുന്നത് റോഷി? ഒന്ന്, രമേശ് ചെന്നിത്തല MLA ആയിരിക്കുമ്പോൾ തന്നെ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു വാക്കത്തോൺ സംസ്ഥാന വ്യാപകമായി നടത്തിയതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അത് കൊണ്ടുവരുന്നത്. ഇതിൽ മയക്കുമരുന്നിനെതിരെയുള്ള അടിത്തട്ടിൽ അത് പരിശോധന നടത്തുകയും അതിന്റെ വ്യാപനം തടയുകയുമാണ് ഉദ്ദേശിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ആദ്യം പോലീസ് ആസ്ഥാനത്ത് നടത്തിയ യോഗത്തിൽ ഈ പദ്ധതി അവതരിപ്പിക്കുകയും അത് സ്വാഭാവികമായി നടപ്പിലാക്കി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായി ഇന്ന് പദ്ധതി തുടങ്ങുകയാണ്. സ്വാഭാവികമായും ഇന്നലെ സ്കൂളുകൾ തുറന്നു. സ്കൂൾ പരിസരത്ത് മയക്കുമരുന്ന് വിൽപ്പന പല ഘട്ടങ്ങളിലായി വ്യാപകമാണെന്ന് വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ എക്സൈസ് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പദ്ധതി പൂർത്തീകരിക്കുക. അതിൽ പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങൾ, അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ടായിരിക്കും ആ പദ്ധതി. കാരണം കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തുന്നതിലേറെയും തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര, ഒറീസ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മുംബൈയിൽ നിന്നടക്കം മയക്കുമരുന്ന് എത്തുന്നുണ്ട്. അതുപോലെ സിന്തറ്റിക് ഡ്രഗ്സുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും തമിഴ്നാട് ഉൾപ്പെടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലൂടെ വിമാനത്താവളങ്ങൾ വഴിയും കടൽ മാർഗവും ഒക്കെ എത്തിച്ചേരുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലെല്ലാം തടയുക, പൂർണ്ണമായും മയക്കുമരുന്ന് മുക്തമാക്കുക കേരളത്തെ എന്ന് ലക്ഷ്യമിട്ടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുൻകൈ എടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. അതിനൊപ്പം തന്നെ പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. M. ലിജു എക്സൈസ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ അടക്കം പരിപാടിയിൽ പങ്കെടുക്കും. ഇതിൽ ഈ തവണ ഡിജിറ്റൽ സംവിധാനം കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. രഹസ്യമായ വിവരങ്ങൾ വാട്സപ്പിലൂടെ നൽകാൻ കഴിയും. അതുവഴി കൂടുതൽ മയക്കുമരുന്ന് വിപണനം തടയാൻ കഴിയുമെന്ന്. വലിയ പ്രതീക്ഷയുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ദി നാർക്കോ ഹണ്ട് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു.